ആ കടപ്പാടുകളിൽ ഒന്നാമത്തതാണ് പരസ്പരം കണ്ടാൽ സലാം പറയുക. കണ്ടാൽ സലാം പറയുക എന്നുള്ളത്, ആ സലാം പറയുക എന്നുള്ളത് അതേ നമ്മൾ മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടാണ്. ഒരു മുസ്ലിമിനെ കണ്ടാൽ മുസ്ലിമായ മനുഷ്യൻ സലാം പറയണം. ആ സ്ഥലത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പുത്തൻവാദിയായാലോ ഒരു മുജാഹിദുകാരനായാലോ ജമാഅത്തെ ഇസ്ലാമിക്കാരനായാലോ അല്ലെങ്കിൽ തബ്ലീഗുകാരനായാലോ അവനിക്ക് സലാം പറയാൻ പാടില്ല. എന്താണ് കാരണം? അവന്റെ വിശ്വാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നവൻ കാഫറാണ്, ഖുതുബിയത്ത് ചൊല്ലുന്നവൻ കാഫറാണ്, സ്വലാത്ത് ചൊല്ലുന്നവൻ സ്വലാത്തിന്റെ മജ്ലിസിൽ പോകുന്നവൻ കാഫറാണ്, അതുപോലെ തന്നെ ഉറൂസിൽ സംബന്ധിക്കുന്നവൻ കാഫറാണ്, അതുപോലെ തന്നെ ആണ്ട് കഴിക്കുന്നവൻ കാഫറാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ അതെടുത്തു പറഞ്ഞുകൊണ്ടത് ചെയ്യുന്നവൻ കാഫറാണെന്ന് സുന്നികളെ സംബന്ധിച്ച് മുഴുവനും കാഫറെന്ന് പറയുന്നു. സൽസബീൽ അവരെ എഴുതി വെക്കുന്നു. സുന്നിയായ ജനങ്ങൾ അവരെ കൊല്ലൽ നിർബന്ധമാണ്. അവരുടെ സ്വത്തുക്കൾ നമുക്ക് പിടിച്ചെടുക്കൽ അനുവദനീയമാണ്. അവർ ഒരു വട്ടമല്ല 1000 വട്ടം കാഫറാണെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ 1000 വട്ടം കാഫറാക്കുകയാണ് അവർ. ഒരു രസകരമായ സംഭവം, അങ്ങനെ കാഫറാക്കിയവർ ഇന്ന് പരസ്പരം കാഫറാക്കുകയാണ്. അവർ പരസ്പരം ശണ്ട കൂടുകയാണ്. മുജാഹിദ് വിഭാഗം, നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ സുന്നി പണ്ഡിതന്മാരെ ഭിന്നിപ്പിച്ച ഈ വിഭാഗം ഇന്ന് 1 അല്ല 2 അല്ല 3 അല്ല 8 പാർട്ടികളായി 8 ഗ്രൂപ്പുകളായി മുജാഹിദുകൾ തമ്മിലടിക്കുകയാണ്. മുജാഹിദുകൾ പരസ്പരം പോരാടുകയാണ്. ഒരു മുജാഹിദ് പറയുന്നു മറ്റേ മുജാഹിദ് കാഫറാണ്, മറ്റേ മുജാഹിദ് പറയുന്ന ഇവൻ കാഫറാണ്, ഇവൻ പറയുന്ന അവൻ എല്ലാവരും കാഫറാണ്. അങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല 7 വിഭാഗം പാർട്ടികളായി മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അതമ്പതിച്ചു. കാരണം എന്താ? അവർക്ക് മുഴുവനും അബദ്ധം പറ്റിയത് തൗഹീദിന്റെ വിഷയത്തിലാണ്. അൽഹംദുലില്ലാഹ് എസ്വൈഎസിന്റെ നേതൃത്വത്തിൽ തൗഹീദ് അജഞ്ചനമാണ് എന്ന പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പയിൻ നടക്കുകയാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അതാ നമ്മുടെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ധാരാളം സീഡികളുണ്ട്. പ്രിയമുള്ളവരെ, ആ സീഡികളൊക്കെ കേട്ട് നമ്മൾ ആദർശം പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. സഹോദരന്മാരെ, ആ വിഭാഗം ജനങ്ങൾ, പുത്തൻവാദികൾ, മുജാഹിദുകൾ, സലഫികൾ, ജമാഅത്തെ ഇസ്ലാമികൾ, അവര് പറയുന്നത് എന്താ? നമ്മൾ കാഫിറെന്നാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവർക്ക് സലാം പറയുക? അവൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ സലാം എന്നുള്ളത് മുസ്ലിമിനെ കണ്ടാൽ പറയേണ്ടതാണ്. ഒരു മുസ്ലിം കാഫിറിനെ കണ്ടാൽ പറയേണ്ടതല്ലല്ലോ സലാം. അപ്പൊരു മുജാഹിദുകാരൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസപ്രകാരം നമ്മൾ കാഫിറാണ്. കാഫിറായ ആൾക്കാണ് അവൻ സലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവരൊക്കെ വളരെ വ്യക്തമായി എഴുതി വെച്ചത്, ഒരു മുജാഹിദുകാരൻ ഒരു സലഫി സലാം പറഞ്ഞാൽ അവന്റെ സലാം മടക്കാൻ പാടില്ല, അവനിക്ക് സലാം പറയാനും പാടില്ല. അത് നിന്റെ ബാപ്പയാകട്ടെ, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ പെങ്ങളാകട്ടെ, നിന്റെ ജ്യേഷ്ഠനാകട്ടെ, നിന്റെ സഹോദരനാകട്ടെ, ഈമാനിന്റെ അപ്പുറത്തൊരു കുടുംബമില്ല. ഇത് സ്വഹാബത്തിന്റെ ചര്യയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയാണ്. ആദർശത്തിനെതിരെ, ആദർശത്തിന്റെ അപ്പുറത്ത് നിനക്കൊരു ദീനും ഇല്ല.